ഗഡികളെ നമസ്കാരം കേട്ടോ. ഓസ്ട്രേലിയയിലൊരു തട്ടുകടയെ കാണിച്ചു തരണേ. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ മലയാളികൾ അങ്ങോട്ട് ഒരു തട്ടുകട ഉണ്ടാക്കി. ടാനം സാൻ ഒരു മനോഹരമായ ഒരു ബീച്ചാണ് കണ്ടോ. വളരെ മനോഹരമായ ഒരു ബീച്ച് തന്നെയാണ് അത്. അധികം നേരം ബീച്ചിൽ സ്പെൻഡ് ചെയ്തില്ല, അത്യാവശ്യം തണുപ്പായി തുടങ്ങി. പിന്നൊരു ദിവസം വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെയുള്ള ഒരു ബാർബിക്യൂ ഉണ്ടാക്കുന്ന ഒരു സംഭവമുണ്ട്, അവിടെ കയറി പൊരിക്കാന്നുള്ള പ്ലാനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷീചേട്ടനാണ് ഇതിൻ്റെ തലവൻ. ഷീചേട്ടനാണ് ഇന്ന് കുക്കിംഗ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ പിള്ളേരെല്ലാം റെഡിയാണ്, നമ്മുടെ ലേഡീസ് എല്ലാം കട്ടിംഗ് ഒക്കെ ആയിട്ട് അവരും തയ്യാറാണ്. ആ ബാർബിക്യൂൻ്റെ ഇതെല്ലാം നമ്മൾ വൃത്തിയാക്കി, കാരണം ഓപ്പണായിട്ട് ഇങ്ങനെ കിടക്കല്ലേ. അവർ ആ പാർക്ക് മുഴുവൻ ഇങ്ങനെ ഓരോ ഇതുപോലെ സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ടിരിക്കുക. എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഞങ്ങളങ്ങനെ റെഡിമെയ്ഡ് പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുന്ന ആ കബാബ് അങ്ങ് വെച്ചു. ഇതാണ് ഞങ്ങളുടെ സ്റ്റാർട്ടർ കേട്ടോ. ഇത് സൗജന്യമായി ഉപയോഗിക്കാന്നുള്ളത് എന്നെ അതിശയപ്പെടുത്തി. ഇലക്ട്രിക്കാന്ന് തോന്നുന്നു. അവിടെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം ഓണാവും. തുരുതുരാ അവരിങ്ങനെ ഓരോ സ്റ്റേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പണി എളുപ്പാട്ടോ. നമ്മൾ ഉപ്പും മുളകൊക്കെ തേച്ചങ്ങ് കൊണ്ടുവന്നാൽ മതി. ഇവിടെ കടൽ തീരം ആഘോഷിച്ചതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് സെറ്റാക്കാം. രാത്രി ഒരു 8-9 മണിയോടെ എടുത്തു കേട്ടോ. ഞങ്ങൾ കുളിച്ചെല്ലാം കയറിയപ്പോൾ അത്യാവശ്യം നേരം വൈകിയായിരുന്നു. അപ്പം തണുപ്പ് മാറി, അത്യാവശ്യം അവിടെ ഒരു മേൽക്കൂരയൊക്കെ ഉണ്ട്. അത്യാവശ്യം കടലിൽ നിന്ന് ഇത്തിരി കയറിയിട്ടുള്ള ഭാഗത്താണ് ഈ ഒരു പാർക്ക്. അപ്പം അങ്ങനെ ഞങ്ങളവിടെ സെറ്റാക്കി. മൈസംബായും വിജുബായും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അവർ പല ടോപ്പിക്കുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് അവർ ആവേശത്തിൽ അത് മെനഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്തിരി വെളിച്ചത്തിന് കുറവുണ്ട്. അപ്പോൾ അവരുടെ കയ്യിലുള്ള ലൈറ്റൊക്കെ ഉപയോഗിച്ച് ഞങ്ങളങ്ങനെ അത്യാവശ്യം സെറ്റായി. ടിൻസി അത്യാവശ്യം കലാപരിപാടികളാണ്. ഷീചേട്ടൻ എല്ലാ ഗൈഡൻസും കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടെ അടിച്ചുപൊളിയാണ്. വൈകുന്നേരം കിട്ടിയ നല്ലൊരു സായാഹ്നം. ഞായറാഴ്ചയും കൂടിയാണ്. അപ്പം ചർച്ചിലെല്ലാം പോയി വന്ന് ഫ്രീ ആയതിനു ശേഷമുള്ള ഒരു യാത്രയായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ലേറ്റായി പോയത് കേട്ടോ. ടാനം സാൻ്റെ റെഡിക്ക് കണ്ടു കഴിഞ്ഞില്ല. അടുത്ത ദിവസം വരണം കടൽ ആസ്വദിക്കാൻ. ഇതിപ്പം ഒരു തട്ടുകടയാവട്ടെ. ഇവിടെ ആർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായി നീറ്റാക്കി തന്നെ അവരതിട്ടിരിക്കുന്നു. അവിടെ ഒത്തിരി കാരവാൻ പാർക്ക് ചെയ്തിട്ടുണ്ട്. കടല് നല്ല ശുദ്ധമായ വെള്ളം, നമുക്ക് ട്രാൻസ്പെറൻ്റ് ഉള്ളതാണ്, കാണാനായി കഴിയും. അവിടെ എവിടെയോ മുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണത്. രാത്രി ഈ ഭാഗത്തേക്ക് മുതൽ വരില്ല എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. എന്നാലും കാലിൻ്റെ അടിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ നോക്കുന്നു. അങ്ങനെ തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ ആയിട്ട് അവിടെ ആ സായാഹ്നം കഴിച്ചു കൂട്ടി. വളരെ മനോഹരം തന്നെയായിരുന്നു ആ നിമിഷം. ഷീചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി കബാബും അതുപോലെ തന്നെ ബർഗറുമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ബീഫ് കഴിക്കാത്തവർക്കായി എഗ്ഗും കരുതിയിട്ടുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ സ്റ്റാർട്ടർ റെഡിയായി. ഷീചേട്ടൻ ബെല്ലടിച്ചു. ഞങ്ങളും കഴിക്കാനായിട്ട് ഓടിക്കൂടി. നല്ല മണമുണ്ട്. അതിലെ സായാഹ്നം നടത്തത്തിന് ഇറങ്ങിയവരൊക്കെ ആ ഭാഗം ആസ്വദിച്ച് തന്നെയാണ് പോകുന്നത്. മണം കേട്ടോ. അങ്ങനെ മൈസംബായി ടെസ്റ്റ് ചെയ്തു. സൂപ്പർ എന്ന് വിധി എഴുതി. 2 ടൈപ്പിലുള്ള കബാബാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. 2 തരം മസാലകൾ പുരട്ടിയെന്നേ ഉള്ളൂ. പക്ഷെ സാധനം കിടു പൂരിച്ചുണ്ട് കേട്ടോ ഷീചേട്ടൻ്റെ പ്രിപ്പറേഷൻ. എന്തായാലും ആദ്യമായിട്ടാണ് ഇത്രയധികം കബാബ് കഴിക്കുന്നത്. അതും ഓസ്ട്രേലിയയിൽ വന്ന് ഈ ഒരു സായാഹ്നം എല്ലാവരും കൂടെ പ്രിപ്പയർ ചെയ്ത് നല്ലൊരു കൂട്ടായ്മ തന്നെയായിരുന്നു. അങ്ങനെ മുട്ട പൊരിക്കൽ തുടങ്ങി. ബീഫ് കഴിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യൽ മുട്ട കരുതിയ, പക്ഷെ എല്ലാവർക്കും അത് ഒരു ബുൾസൈയായി മാറി. അങ്ങനെ ചൂടോടുകൂടെ അവിടെ ഇരുന്ന് ബുൾസൈയും അതുപോലെ തന്നെ ബർഗറിലേക്കും അങ്ങനെ ഞങ്ങൾ മുട്ട പ്രിപ്പയർ ചെയ്തു. അപ്പം മെയിൻ ഡിഷ് ബീഫ് ബർഗറാണ് കേട്ടോ. വയറ് നിറയോളം. അതാണ് ഷീചേട്ടൻ്റെ ഓഫർ. സാധനം തയ്യാറാണ്. അങ്ങനെ ടിൻസി ആ മൈൻസൊക്കെ എടുത്ത് അത് കയ്യിലിട്ട് പരത്തി ഷീചേട്ടന് കൊടുക്കുന്നു. ഷീചേട്ടൻ അത് ലെവൽ ചെയ്ത് വേവിച്ചിങ്ങെടുക്കുക ബർഗറിൻ്റെ ഇടയിൽ വയ്ക്കുവാനായി. മൈസംബായി നൈസായിട്ട് ഇടയിൽ നിന്ന് കബാബ് അടിച്ചുകൊണ്ടിരിക്കുക. ഭാര്യ നൈറ്റ് ഡ്യൂട്ടിയാണ്. ഭാര്യയ്ക്ക് വേണ്ടി ഒരുക്കി കൊടുത്തതാണ്. പക്ഷെ പുള്ളി നൈസായി തീർക്കുന്നു. അങ്ങനെ അടിപൊളിയായി. അങ്ങനെ നമ്മുടെ ബീഫിൻ്റെ വേവുന്നതിൻ്റെ ഒരു മണം. ആഹാ, സബോളയെല്ലാം ആ ബർഗറിലേക്ക് വേണ്ടി അങ്ങനെ റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇടയിൽ ഒലിവിൻ്റെ ഓയിലാണ് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ നിമിഷം തന്നെ. ആ ദേശത്ത് മുഴുവൻ ആ മണം പരക്കുന്നുണ്ട്.
അത് തന്നെയായിരിക്കാം. ഒരുപക്ഷെ അവിടെ കൊതുകൊന്നുമില്ല കേട്ടോ. എങ്കിലും ഈച്ചകളെ പേടിക്കുന്ന ഒരു ബീച്ച് തന്നെയാണത്. അങ്ങനെ ഞങ്ങളിതാ ബർഗർ അവസാന ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ബർഗറിലേക്കുള്ള ചീസും കുക്കുംബറും റെഡിയായി. അങ്ങനെ അവസാനഘട്ട പോരാട്ടത്തിലേക്ക് ഞങ്ങൾ നയിക്കുകയാണ്. ഞങ്ങളുടെ വിശപ്പിൻ്റെ ഏറ്റവും മൂർജിത അവസ്ഥയിലെത്തിയിരിക്കുന്നു. കലാശക്കൊട്ടായപ്പോൾ ബീച്ചേച്ചി ആക്റ്റീവായി കേട്ടോ. അങ്ങനെ ബീച്ചേച്ചി പിള്ളേരുടെ കൂടെ ആയിരുന്നു. അടിപൊളി. മൈസമ്പായി വീണ്ടും വിധി എഴുതി. ഞങ്ങളെല്ലാം 1, 2, 3 വെച്ച് നാളെ പ്രഭാതത്തിൽ ജോലിക്കുള്ളതും കൂടെ അങ്ങ് പാക്ക് ചെയ്തു. അടിപൊളി സംഭവം. അടുത്ത ദിവസം വീണ്ടും കൂടണം വെറൈറ്റി സാധനമായിട്ട്. ഷീചേട്ടൻ തയ്യാറാണ്, ഞങ്ങളും റെഡിയാണ്. അപ്പം അടുത്ത വീഡിയോ വരും വരെ നിങ്ങൾക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇവിടെ വീഡിയോ കാണുന്നവർക്ക് ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ.